അലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, ഇനി അതല്ല പോസിറ്റീവ് ആയിക്കോട്ടെ, അത് എന്ത് തന്നെയാലും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് രേണുസുധിയുടെ കണ്ടന്റ് ആണ്. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ താഴെ എൻ്റെ ഒരു കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രേണുസുധി ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചൊരു കമന്റ്. എൻ്റെ പൊന്നു ചേച്ചി, രേണുസുധീന്റെ കണ്ടന്റ് ഒന്നും അല്ല. നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ ഇൻസ്റ്റഗ്രാമിലെ ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസോ റിപ്പോർട്ടർ ന്യൂസോ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് ഫോളോ ചെയ്യും. കണ്ടന്റുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ചാകരയാണ്. ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടതാണ്, ഇടുക്കിയിൽ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ, ആരാ എനിക്കറിയില്ല, പെട്രോൾ ഒഴിച്ചിട്ട് മരിച്ച. ഇങ്ങനെ കണ്ടന്റുകൾ ചാകരയാണ്, ചാകര. അപ്പൊ നമുക്ക് ഈ രേണുസുധി എന്ന് പറഞ്ഞൊരു ടോപ്പിക് മാത്രമല്ല കണ്ടന്റ്. ദെൻ വൈ രേണുസുധി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് വാട്ട് രേണുസുധി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ ജാസിയുടെ ഒരു വിഷയം അന്ന് കുറച്ച് കാലത്ത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു, ഡിസ്കഷൻ ആയിരുന്നു, ടോപ്പിക് ആയിരുന്നു, എല്ലാവരും സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ സംസാരിക്കുന്നില്ല. കാരണം എന്താ, ജാസിയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ജാസിന്റെ കാര്യങ്ങളായി പോകുന്നു, നമ്മുടെ കാര്യങ്ങളായി പോകുന്നു. പക്ഷെ രേണു അങ്ങനെയല്ല. രേണു അല്ലെങ്കിൽ രേണു സപ്പോർട്ടേഴ്സ് ഡേ ബൈ ഡേ കോണ്ടന്റുകൾ ഇങ്ങനെ വാരി വാരി വലിച്ചെറിയാണ്. എറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും 1-2 കണ്ടന്റ് അങ്ങ് പിടിച്ചിട്ട് നമ്മളതായ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. സോ അത്രയേ ഉള്ളൂ, സിമ്പിൾ ആസ് യൂഷ്വൽ. സോ ഇനി ഞാൻ വന്നിരിക്കുന്നത് രേണുസുധിയുടെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു അച്ഛൻ സ്ഥലം കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത് രേണുസുധിയുടെ ഒരു സപ്പോർട്ടർ, ഫുൾ ടൈം രേണുസുധിന്റെ കൂടെ ഉണ്ടാവുന്ന ആള് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. അതിന്റെ കൂട്ടത്തിൽ ഫിറോസ് ഖാന്റെ ഒരു പോസ്റ്റ് ഇപ്പൊ കറന്റ്ലി ഫേസ്ബുക്കിൽ വന്നത്, സോഷ്യൽ മീഡിയയിൽ നല്ല ഡിസ്കഷൻ ആവുന്നുണ്ട്. രാവിലെ തൊട്ടല്ല ഇന്നലെ തൊട്ടിട്ടൊക്കെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തു. ഞാൻ ഇപ്പോഴാണ് ഇരുന്ന് ആ സാധനങ്ങളൊക്കെ കാണുന്നതും ചെയ്യുന്നതും. സോ നമുക്ക് ഓരോന്നിലോട്ട് പോവാം. സോ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം പോസ്റ്റ് വായിച്ചിട്ട് തുടങ്ങാം കേട്ടോ. ഫിറോസ് KHDEC എന്ന് പറയുന്ന വെരിഫൈഡ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള പോസ്റ്റാണ്. കുളിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതാണ് മുടി ഇങ്ങനെ നിൽക്കുന്നത്. എന്റെ സംശയം ഇതാണ്, മരണപ്പെട്ടു പോയ കലാകാരൻ സുധിയുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് നോബൽ ഫിലിപ്പ് ദാനം നൽകിയ പ്രോപ്പർട്ടി ക്യാൻസൽ ചെയ്യാൻ ബിഷപ്പ് ലീഗലായി നോട്ടീസ് അയച്ചതായി അറിയുന്നു. അതെ, ലീഗലായി നോട്ടീസ് അയച്ചു. കാരണം രേണുസുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സ്ഥലം ബിഷപ്പ് കൊടുത്തു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫിറോസ് ഖാൻ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ബിഷപ്പ് പ്രത്യേകിച്ച് ഒരു കോൺട്രവേഴ്സിയിലും ആള് നിന്നിട്ടില്ല. ആൾ ഈ ഫിറോസ്ക ചെയ്തതുപോലെ ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് രേണുവിന്റെ വീഡിയോന്റെ താഴെ കയറി കമന്റ് ഇടുക, അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ വന്ന് സംസാരിക്കുക, ഈ പരിപാടികളൊന്നും ബിഷപ്പ് ചെയ്തിട്ടില്ല. ബിഷപ്പ് പകരം രേണുസുധിയായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ കയറി കമന്റ് ഇടുക, അല്ലാണ്ട് വേറൊരു സൈഡ് ഓഫ് ആംഗിളോ അല്ലെങ്കിൽ ആള് കയറി പറയുകയൊന്നുമില്ല. ഇപ്പോഴാണ് റീസെന്റ് 1-2 ഇന്റർവ്യൂസ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ബിഷപ്പിനെ കയറിയിട്ട് വിഷം അത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കണം? നന്ദിയില്ലാത്തവർക്ക് ഒന്നും ചെയ്തു കൊടുക്കരുത്, നന്ദിയുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് സ്ഥലം കൊടുക്കാൻ അദ്ദേഹത്തിന് തോന്നില്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ. ഇതിൽ എൻ്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇതാണ്. ഓക്കെ, ചോദിച്ചോളൂ. അങ്ങനെ ആ പ്രോപ്പർട്ടി ആധാരം റദ്ദ് ചെയ്യുകയാണെങ്കിൽ ആ വീട് എന്ത് ചെയ്യും? സത്യമാണ്, അത് ഫിറോസിനെ സംബന്ധിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ആ സ്ഥലത്തെ ആധാരം അങ്ങ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. റദ്ദാക്കിയ ഓട്ടോമാറ്റിക്കലി എന്താണ് ചെയ്യുക? രേണുസുധി അവിടെ നിന്ന് ഇറങ്ങിത്തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീട് ആർക്ക് കിട്ടും? ഫിറോസിന് കിട്ടും. അച്ഛനും ഫിറോസും കൂടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ആ വീട് കൊടുത്തോ. ഫിറോസ്ക ആണെങ്കിലും പല വീഡിയോസിലാണെങ്കിലും പല ഇതിലാണെങ്കിലും വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, രേണുവിന് വീട് വേണ്ടെങ്കിൽ തിരിച്ചു തന്നോ, ഇതാണല്ലോ പറഞ്ഞേ. അപ്പൊ റദ്ദാക്കിയിട്ട് രേണു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ വീട് വേണ്ട എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് ആർക്കെങ്കിലും വീട് കൊടുത്തോ, വിഷയം അവിടെ തീർന്നില്ലേ. ബിഷപ്പ് സ്ഥലം മാത്രമല്ലേ കൊടുത്തത്, ഇപ്പോൾ അതിലൊരു വീടില്ലേ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ബിഷപ്പ് കൊടുത്ത സ്ഥലം ബിഷപ്പ് തിരിച്ചു ചോദിക്കുന്നു. ഫിറോസ്കയ്ക്ക് വേണമെങ്കിൽ ആ വീട് എന്ത് ചെയ്യാം? വാങ്ങാം. എന്നിട്ട് ആ വീട് എന്ത് ചെയ്യാം? കൊടുക്കാം വേറെ ആർക്കെങ്കിലും. ഇനി കൊടുക്കണ്ട എന്നാണെങ്കിൽ ആ സ്ഥലവും വീടും അവിടെ ഇട്ടോളൂ. അല്ലാണ്ട് എന്താ പറയേണ്ടത്? ഇത്രയും കാലം എന്ത് പറ്റി? രേണുവിന്റെ സൈഡിലോട്ട് കയറി, അല്ലെ രേണുസുധിക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ രേണുവിന്റെ സൈഡിലോട്ട് അഭിപ്രായം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അഭിപ്രായത്തിൽ നിൽക്കണം. ഇനി രേണുവിന് മാത്രം കൊടുത്താൽ മതി എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ
ഫിറോസ്ക ബിഷപ്പുമായിട്ട് സംസാരിച്ചിട്ട് ബിഷപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ള ആ മാനസികമായ ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ വീട് എന്ത് ചെയ്യാൻ രേണുവിന് തന്നെ കൊടുക്കാം. ഒരു വീട് കൊടുത്തത് കിട്ടിയ ചീത്തപ്പേര് പതിയെ മാറി വരികയായിരുന്നു. ആര് പറഞ്ഞു എവിടെ ചീത്തപ്പേര് മാറി? ഇപ്പോഴും രേണു വന്നിരുന്ന് സംസാരിക്കുന്ന ഫിറോസ്ഖാന്റെ വീടിനെ പറ്റി തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഇപ്പൊ ഒന്ന് ബിഷപ്പ് കയറിയെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സൈഡിലോട്ട് വരും. കാരണം വീടുണ്ടാക്കിയ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത്ര പരാതിയായി. 4 കൊല്ലം ആകുമ്പോഴേക്ക് ഏത് വീടാണെങ്കിലും ഡാമേജ് ആവും. അപ്പൊ തന്നെ നിങ്ങളുടെ തലയിലോട്ട് എന്തായാലും വരും. പിന്നെ കണ്ടന്റ് തീർന്നാലും രേണു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അഥവാ നമ്മുടെ അഭിപ്രായം എന്താണെന്ന് കോടതി ചോദിച്ചാൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തിന്റെ പേരിലാണെങ്കിലും കൊടുത്തത് തിരിച്ചു വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിക്കുന്നില്ല. ഓക്കെ, അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. അത് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങണോ അല്ലെ തിരിച്ചു വാങ്ങണ്ടേ, അതിപ്പോ അച്ഛൻ എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അച്ഛൻ ചെയ്തോട്ടെ. അച്ഛന്റെ സ്ഥലമല്ലേ ചെയ്യുന്നത്. വീട് രേണുവിന് കൊടുക്കണം എന്നാണ് വീട് രേണുവിന് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിറോസ് ചേട്ടൻ എന്താ പറ്റിയെന്നറിയില്ല, ചെറിയ രീതിയിൽ ഒരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും. എന്തായാലും ചാഞ്ചാടട്ടെ. എന്തായാലും ഇപ്പൊ രേണു അവിടുന്ന് ലാൻഡ് ചെയ്താലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഇത് മൂവ് ചെയ്തോ പേപ്പർ, എന്ത് തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. എന്തായാലും നമ്മുടെ നിമിഷം അന്ന് രേണുസുതിയായിട്ട് കട്ട കമ്പനി വെച്ചിട്ട് രേണുവിന് വേണ്ടി ഗോര പ്രസംഗിച്ചിട്ടുള്ള ആള് ഇപ്പൊ രേണുവിന്റെ സൈഡിൽ നിന്ന് കമ്പനി നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ആള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. കിട്ടിയില്ല അതിനുള്ളത്. പക്ഷെ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ്. രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ ഉള്ളവർ നന്നാവണം. കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല. നമ്മളത് കട്ട് ചെയ്തോളം കൊണ്ട്. അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാനം ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. കാരണം എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര ഇതാകട്ടെ, താരം കിട്ടിയത് തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മൾ അവരെ കാൽച്ചോട്ടി കിടക്കണ്ട. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിനെ വിശപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണം കെടുത്തപ്പോ ആൾക്കാർ അനങ്ങാതിരിക്കൂല. വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ നിമിഷ പറഞ്ഞിട്ടുണ്ട്. നിമിഷത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറച്ച് ബുദ്ധിയും ബോധവും വേണം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനെന്ന്. പക്ഷെ ഇവിടെ കരണ്ടിൽ ഈ രേണുസുധീനെ കൂടെ നിൽക്കുന്ന ഒറ്റ ഒന്നിന് പോലും ബേസിക് ആയിട്ട് രേണുസുധീനെ എന്താ നടക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബോധമോ ഒരു തിരിച്ചറിവോ ഒന്നുമില്ല. അതാണ് ഇവിടെ നിമിഷ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ നിമിഷ പറഞ്ഞതുപോലെ തന്നെ ദാനം കൊടുത്തു എന്ന് കരുതി വായ തോന്നുന്നതെല്ലാം കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ ഫിറോസ് ആണെങ്കിൽ കേൾക്കേണ്ട മാക്സിമം കേട്ടിട്ടും അതൊരു ഇന്റർവ്യൂവിൽ വരെ വന്ന് നിന്ന് അങ്ങനെ കുറ്റം പറഞ്ഞിട്ടും പുള്ളി കേട്ടോണ്ട് നിൽക്കുകയാണ്. പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അത് കേൾക്കാൻ പറ്റില്ല. അച്ഛൻ്റെ ഒരു സിറ്റുവേഷൻ, അച്ഛൻ്റെ ഒരു അവസ്ഥ, അച്ഛൻ നിൽക്കുന്ന ഒരു പൊസിഷൻ ആൻഡ് ഒരു അച്ഛന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നും പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അച്ഛനിത് സഹിക്കാൻ പറ്റിയില്ല. അച്ഛനിത് ഓട്ടോമാറ്റിക്കലി ഹേർട്ടായി. അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം തോന്നി. അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. 7 ദിവസത്തിനുള്ള വീഡിയോ റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാ പറഞ്ഞത്, നമ്മൾ റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അല്ലാണ്ട് ഒരു സ്പേസ് കിട്ടി, അല്ലെങ്കിൽ ഒരു ക്യാമറ കിട്ടി, ഒരു ഫോണ് കിട്ടി, ഒരു കോണ്ടന്റ് കിട്ടി എന്ന് കരുതി നമുക്ക് തോന്നുന്ന രീതിയിൽ മറ്റൊരാളെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. അഭിപ്രായം പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അച്ഛൻ എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് വന്ന് പറയാം. പക്ഷെ വിശപ്പാമ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത് ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത് ഒരാൾക്ക് ചേർന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാധനം തന്നെയല്ല എന്നിവിടെ പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കുറിച്ച് പറയുന്നു. അച്ഛനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസുകളും അടിച്ചു നോക്കിയ സമയത്ത് പണ്ട് അച്ഛൻ ചെയ്തിട്ടുള്ള ഒരു പുണ്യ പ്രവൃത്തിയുടെ ഒരു വീഡിയോ ഇപ്പൊ കറന്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഐ മീൻ ട്രെൻഡിങ്ങിലാണോ എന്നറിയില്ല, ഫോണിൽ കണ്ടതാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് 8 കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു. കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാംതോട്ടത്തിലാണ് ഇത്തരത്തിൽ 8 കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത്. ആ ഭൂമിയിൽ സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ കുടുംബത്തിന് 7 സെന്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും
8 കുടുംബങ്ങൾക്കും തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിന് 13-ാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് 2 വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു. പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുധീര ആകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ്. കണ്ടോ, ഇങ്ങനൊരു മനുഷ്യനാണ് അച്ഛൻ എന്ന് പറയുന്നത്. 8 ആൾക്കാർക്കാണ് ലൈഫ് മിഷന്റെ ഭാഗമായി വീടുണ്ടാക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തത്. 8 ആള്. ഒരു 4 സെന്റ് വെച്ച് നിങ്ങൾ കൂട്ടി നോക്ക്, എത്ര കൊടുത്തിട്ടുണ്ടാവും. അതല്ലാണ്ട് ഒരു നാടിന് അംഗൻവാടി ഉണ്ടാക്കാനുള്ള സ്ഥലം ഇത്രയൊക്കെ ചെയ്ത ആളാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഈ 8 ആൾക്കാർ ഇന്ന് അച്ഛനെ കയറി ചീത്ത പറയുന്നില്ല. ആൻഡ് ഈ അംഗനവാടിയിലെ ടീം അച്ഛനെ കയറി ചീത്ത പറയുന്നില്ല. അറിയാണ്ട് കൊല്ലം സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുത്തുപോയി. അതിനുശേഷം അച്ഛനില്ലാത്ത പ്രശ്നങ്ങളില്ല. എനിക്ക് മനസ്സിലാവാത്തത് ഈ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേന്ന്. അച്ഛൻ്റെ അക്കൗണ്ടിൽ വീഡിയോ ഇട്ടോ, അച്ഛൻ എന്തെങ്കിലും വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ഇട്ടോ, അല്ലെ അച്ഛൻ എന്തെങ്കിലും രേണു സുധീനെ കുറ്റം പറയുന്ന രീതിയിൽ എന്തെങ്കിലും വേർഡ്സോ കാര്യങ്ങളോ പറഞ്ഞോ? ഇതൊന്നും ആരും എവിടെയും കാണുന്നില്ല. അല്ലെങ്കിൽ അച്ഛനെ കുറ്റം പറയാൻ അവിടെ എന്താ ഉള്ളത്? സ്ഥലത്തെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത്? സ്ഥലത്തിന് എന്താ പ്രശ്നം? അവിടെ വെള്ളം കിട്ടുന്നില്ലേ? അല്ലെ കുഴിയുണ്ടോ? എങ്ങനെയാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നത്? എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കുറേ ടീമുകൾ ഈ കമന്റ് ഇട്ട് ന്യായീകരിക്കുന്നുണ്ട്. ഈ ന്യായീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനൊക്കെ ന്യായീകരിക്കാൻ തോന്നുന്നേ? ഇവിടെ ഒരാൾക്ക് ഇല്ലാത്ത സമയത്ത് ഒരു സഹായം ചെയ്ത് കഴിയുമ്പം അയാൾക്ക് പൈസയോ അഹങ്കാരമോ ആവുന്ന സമയത്ത് ആ സഹായം ചെയ്ത ആൾക്കാരുടെ അടുത്തൊക്കെ നന്ദിയില്ലാത്ത രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റും? എന്താണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഞാൻ പറയുന്നത് നമ്മുടെ സാധാ ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയില്ലേ, പള്ളിയിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പള്ളിയിൽ അച്ഛനെ കയറി വിഷപ്പാമ്പ് എന്നൊക്കെ വിളിക്കാൻ സാധിക്കുമോ? എനിക്കറിയില്ല, ആർക്കും സാധിക്കില്ല. ഒരാൾക്കും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് നിങ്ങൾ ഇങ്ങനെ കയറി ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെ കയറി സംസാരിക്കുന്നത്, അല്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി കാണിക്കുന്നത്. എങ്ങനെ പറ്റുന്നു? എങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളത്? ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം എനിക്കൊരു മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിധേനയും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഒരു കൊടുത്തൊരു സാധനം എന്തിന് തിരിച്ചു വാങ്ങണം എന്നുള്ളത്. കാരണം അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ള ആംഗിൾ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു സെന്റ് സ്ഥലം കൊടുത്തത് കൊണ്ടാണല്ലോ എന്നെ ഇപ്പൊ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലം ഞാൻ തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വിഷയം ഇവിടെ തീരുമല്ലോ. എന്തിനാ വെറുതെ ഞാൻ ഇങ്ങനെ ചീത്തവിളിയും തെറിവിളിയും കേട്ടിരിക്കുന്നത്? ഇതായിരിക്കും അച്ഛൻ്റെ മൈൻഡിൽ പോയത്. ആ 7 സെന്റ് വേറൊരാൾക്കാണ് കൊടുത്തതെങ്കിൽ എന്നും അവരുടെ പ്രാർത്ഥനയിൽ അച്ഛൻ ഉണ്ടാവും. 8 കുടുംബത്തിന് കൊടുത്തിട്ട് ആ 8 കുടുംബം ഇന്നേ വരെ കയറി വന്നിട്ട് ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരും എല്ലാം സഹിച്ചു നിൽക്കണം എന്നില്ല. സഹിച്ചു നിൽക്കുന്നവരുണ്ട്. സഹിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും കാലം അവർ സഹിച്ചു നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും അവരുടേതായ രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കും. ഇപ്പൊ രേണു സുധി ഒരു വീടുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സീസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? വീട് കൊടുത്തിട്ട് എത്ര കൊല്ലായി? കൊല്ലം സുധി മരിച്ചിട്ട് എത്ര കാലമായി? എന്നിട്ടും സ്റ്റിൽ ഇതൊരു വിഷയമാണ്, സ്റ്റിൽ ഇതൊരു ടോപ്പിക്കാണ്, സ്റ്റിൽ ഇതൊരു ഡിസ്കഷനാണ്. എന്തെന്നാ ഇതൊരു വീടിന്റെ പേരിൽ? കാണുന്ന നിങ്ങളെക്കാൾ കൂടുതൽ റിയാക്ട് ചെയ്യുന്ന നമ്മളാ ആലോചിക്കുന്നത്. എന്തായാലും രേണുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. തീരുമാനം ഉണ്ടാക്കൂ. കാരണം ഓരോരുത്തരുടെ ചാനലിലും എല്ലാവരും സ്വയം പുകഴ്ത്തുകയാണ്. ശരി, ഓക്കെ, നമുക്ക് രണ്ടാമത്തത് നമ്മുടെ രേണുവിന്റെ വീടാണ്. ഇപ്പൊ രേണുവിന്റെ വീട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ച് നോട്ടീസ്, പേപ്പർ, അതിന്റെതൊക്കെ ഇവർ വ്ളോഗേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അതല്ലാതെ ലീഗലി രേണുവിന്റെ കുടുംബത്തിനോ ഇതുവരെ അതിന്റെ വേറെ ഒരു ഫോൺ കോളോ അതല്ലെങ്കിൽ വേറെ പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അതിന്റെ വഴിക്ക് എന്താണ് എന്നുള്ളത് അവരത് മൂവ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പൊ അവർക്ക് അതിന് ലീഗലായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടാത്ത സ്ഥിതിക്ക് അവരിതിനു വേണ്ടി പ്രതികരിക്കേണ്ട ആവശ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം ഒരിക്കലും ഒരാളും കയറി സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കില്ല. ഇവിടെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇത്രയും പേര് സംസാരിച്ചത് ലീഗൽ നോട്ടീസിന്റെ ബേസിസിലാണ്. രേണുവിന് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് എന്തിന്റെ ബേസിസിലാണ് പറയുന്നത് എന്നറിയില്ല. രേണു കൈപ്പറ്റിയിട്ടുണ്ടാവില്ല. കാരണം രേണു കറന്റ് ഇപ്പോൾ ഇവിടെ ഇല്ല, രേണു പുറത്താണുള്ളത്. രേണു അവിടുന്ന് തിരിച്ചിവിടെ വരുമ്പോഴാണ് രേണു ഇത് എന്ത് ചെയ്യുക, കൈപ്പറ്റുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് കരുതി തോന്നുന്ന ആൾക്കാരുടെ കയ്യിലെടുത്ത് കൊടുക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇത് കൈപ്പറ്റേണ്ട ആള് വന്ന് കൈപ്പറ്റിയാൽ മാത്രമേ ഇങ്ങനത്തെ ലീഗൽ നോട്ടീസ് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കിട്ടൂ. പിന്നെ കൈപ്പറ്റുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാവരും ചെയ്യണം. അത് ഇന്ന ആളെന്നില്ല. കൈ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വ്യക്തികൾ കറക്റ്റായി തന്നെ ചെയ്യണം. എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അറിയിക്കുന്നതാണ്. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രേണുവിന്റെ പേരിൽ അല്ല ഇവർ ഈ വസ്തു കൊടുത്തിട്ടുള്ളത്. ഈ വസ്തു കൊടുത്തിട്ടുള്ളത് കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലാണ്.
അപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയ ഒരു ഫിഷക്കാരന് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് എന്റെ കയ്യിൽ നിന്നും ഒരു 10 രൂപ കൊടുത്തതിന് ശേഷം അവൻ കുറച്ചൊന്ന് ദൂരെ അകലെ നടന്നു പോയതിനു ശേഷം ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ തന്ന 10 രൂപ ഇങ്ങനെ താന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പൈസ അവന്റെ നിന്ന് വാങ്ങുന്ന അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ നടക്കുന്നത്. അയ്യോ ചേച്ചി, അതല്ല അവസ്ഥ. ഭിക്ഷക്കാരനെ വിളിച്ചിട്ട് ഭിക്ഷക്കാരൻ ഇങ്ങനെ കരഞ്ഞു മെഴുകി എനിക്കൊന്നിനുള്ള അവസ്ഥയില്ല, എന്നെ ഒന്ന് സഹായിക്കണേ ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് പല ഇന്റർവ്യൂസിലും പല റിയാലിറ്റി ഷോയിലും വന്ന് പ്രസംഗിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ വിളിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കും. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നതിന് ശേഷം തിരിഞ്ഞു നിന്നിട്ട് കൊഞ്ചലം കുത്തുക, കുറ്റം പറയുക, പരദൂഷണം പറയുക, നന്ദിയില്ലായ്മ പറയുക, ക്യാമറയുടെ മുമ്പിൽ പറയുക, ഫോണിൽ പറയുക, ഇന്റർവ്യൂസിൽ പറയുക, റിയാക്ട് ചെയ്യുക, കമന്റ് ഇടുക, പുച്ഛിക്കുക, തെറി വിളിക്കുക, മോശമായി പെരുമാറുക, കല്ലെടുത്തെറിയുക, ഈ പരിപാടികളൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തു, കൊല്ലങ്ങളായി ചെയ്യുന്നു, ചെയ്തോണ്ടിരിക്കുന്നു. ഈ ചെയ്യലിങ്ങനെ കൂടി 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 വന്ന സമയത്താണ് മുളങ്ങുക ആ പൈസ ഇങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, കഥ മറന്നുപോയി. അപ്പൊ ഇതില് ഈ കിച്ചുവിനും ഋതപ്പനും കൊടുത്ത വസ്തു അത് തെറ്റായി പോയി, അല്ലെങ്കിൽ ബിഷപ്പിന് അത് തിരിച്ചെടുക്കണം എന്നുള്ളത് ബിഷപ്പിന്റെ ആഗ്രഹമാണെങ്കിൽ തിരിച്ചെടുക്കട്ടെ. അതിന് ഈ പറഞ്ഞ രേണു വന്ന് തലത്തല്ലി അടിക്കുകയോ അല്ലെങ്കിൽ വാവിട്ട് നെഞ്ചടിച്ച് കരയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കുക, അത് ചിലപ്പോ മേ ബി അവര് പിന്നീടുള്ള അത് എന്ത് തന്നെ ആയാലും ബാക്കി ദൈവത്തിനായാലും വിട്ടുകൊടുക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാറുണ്ട് ആളുകൾക്ക്. പക്ഷെ ചെയ്തു കൊടുത്തതിന് ശേഷം അതിന്റെ പിറകെ ഇങ്ങനെ നടന്ന് അലമുറയിട്ട് കരയാനായിട്ട് പോയിട്ടില്ല. അലമുറയിട്ട് കരയല്ല ചെയ്യുന്നത്. 24 മണിക്കൂറും കുറ്റം പറഞ്ഞ് നാണം കെടുത്തി മോശമായി പെരുമാറി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറയണ്ടേ? അത്ര മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ, അത്ര മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ അലമുറ ഇട്ടിട്ട് ഇങ്ങനെ ഘോര കരഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. കൊടുത്താൽ അത് വാങ്ങി അടങ്ങി ഒതുങ്ങി നിൽക്കണം. കിട്ടിയിട്ടുള്ള സാധനത്തിനെ അളന്നും കോലുമാക്കി കുറ്റം പറയേണ്ടതില്ല. രേണുവിന് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം നല്ല പൈസ ഏൺ ചെയ്യുന്ന ഒരാൾക്ക് സുഖമായിട്ട് 10,000 ഉറുപ്പ 15,000 ഉറുപ്പയ്ക്ക് പോയി വാടകയ്ക്ക് നിൽക്കാം. ഇത് ചോദിപ്പിച്ചതാണ്. 8 കുടുംബത്തിന് കൊടുത്തു, അവരോട് പോയി ചോദിച്ചോ? അംഗനവാടിക്ക് കൊടുത്തു, അവരോട് പോയി ചോദിച്ചോ? ഈവൻ എൻ്റെ വീഡിയോ കാണുന്ന അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വന്ന് പറ, നിങ്ങളടുത്തൊക്കെ ഒന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഇല്ലടോ. തിരിച്ചു ചോദിക്കും നന്ദിയില്ലാത്ത ഈറ്റങ്ങളോട്. അല്ലാത്ത ഒരാളുടെ അടുത്തും ഇതാരും തിരിച്ചു ചോദിക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ, ഇനി അതല്ല പോസിറ്റീവ് ആയിക്കോട്ടെ, അത് എന്ത് തന്നെയാലും അത് ദൈവവും അവരും തമ്മിൽ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഇവരിനി ഈ വസ്തു തിരിച്ചെടുക്കുവാണെങ്കിലും ഈ പറഞ്ഞ രേണു ഇവർ എടുക്കട്ടെ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുക്കട്ടെ, എടുക്കുക തന്നെ ചെയ്യും. എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക തന്നെ ചെയ്യും. എടുക്കണമെന്നാണ് തീരുമാനമെങ്കിലും എടുക്കുക തന്നെ ചെയ്യും. എന്തായാലും കളി ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. സ്ട്രോങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ ഒരിക്കലും രേണു സുധീരുടെ സൈഡിൽ പേഴ്സണലി നിൽക്കാൻ പറ്റില്ല. അച്ഛൻ വാങ്ങുക എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു വോയിസോ കാര്യങ്ങളോ നമുക്ക് പറയാനില്ല. അച്ഛൻ കൊടുത്ത സാധനം അച്ഛന് വാങ്ങണം തോന്നി, അച്ഛൻ വാങ്ങി. ഇനി അത്രത്തോളം ബുദ്ധിമുട്ടിൽ കൂടെ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരാൾ ഒരു സാധനം ഗിഫ്റ്റ് ചെയ്തിട്ട് അയാൾ തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ച് കൊണ്ട് നടക്കണമെങ്കിൽ കുറച്ച് നാണം വേണം. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അത് കൊടുത്തത് കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ജീവിക്കുന്നതിൽ കിച്ചു ഇല്ല, ഋതപ്പൻ മാത്രമാണ് ജീവിക്കുന്നത്. ആൻഡ് കിച്ചുവിനാണെങ്കിൽ അവിടെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കിച്ചു എന്താ പറഞ്ഞത് എന്നുള്ളത് എനിക്കിപ്പോൾ കറൻ്റ് അറിയില്ല. പക്ഷെ അന്നത്തെ ആ ഒരു കേസ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും കിച്ചുവിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചു പറഞ്ഞൊന്നും ഞാൻ പേഴ്സണലി ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയായിരുന്നു. എന്തായാലും തീരുമാനം എങ്ങനെയാണ്, രേണു വരട്ടെ, രേണുവിൻ്റെ അഭിപ്രായം പറയട്ടെ, ഈ വിഷയത്തിൽ എന്താവും എന്നുള്ളത് കാണാം. ഞാൻ എന്തായാലും ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ എന്നും അച്ഛൻ്റെ കൂടെ തന്നെയാണ്. കാരണം നമ്മൾ ഒരാളൊന്ന് ചെയ്തു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവരുടെ വായന്ന് വരുന്ന എല്ലാം കേട്ട് നിൽക്കേണ്ട ആവശ്യം ആർക്കും ഈ ലോകത്തില്ല. സോ അത്രേ പറയാനുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. രേണു സുധീരെ കണ്ടന്റ് എടുത്തുകൊണ്ടാണല്ലോ നീ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ചാനൽ എനിക്കിഷ്ടമുള്ള കോണ്ടന്റ് ഞാൻ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.